ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്കിളോഗ്സ്. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമില്ല ഗേസ്, ഞാൻ അങ്ങനെ നാട്ടിലെത്തി. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട്. ഇതിപ്പോൾ ഒരാഴ്ചയായി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എല്ലാം നമുക്കൊരു ടൈമേ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നാട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ് ഈ ഒരു ദിവസം കുറച്ച് സങ്കടം അതുപോലെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. നാട്ടിലേക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ സമയം കണ്ടോ 3:30 അപ്പോൾ നമ്മൾ പുലർച്ചെ 3:30 റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു 6 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് എത്ര ലേറ്റായിട്ട് കിടക്കുക അതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് നേരത്തെ എനിക്കൊരു ഭയങ്കരധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മനസ്സ് ശരിയല്ല കേട്ടോ. കാരണം ചേട്ടനോട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് വരുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം കുറേ ആയി അങ്ങനെ ഒറ്റയ്ക്ക് ചേട്ടൻ ഞാൻ ആക്കിയിട്ട് നാട്ടിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതാ പോകുന്ന വഴിയാണ് കേട്ടോ. കാരണം പുലർച്ചെ 3:30 ആകുമ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ റോഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നേരത്തെ എണീച്ചതിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് നേരത്തെ എണീക്കൽ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ എത്ര ലേറ്റായിട്ട് വേണമെങ്കിൽ കിടക്കാം. പക്ഷേ നേരത്തെ എണീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ എയർപോർട്ടൊക്കെ എത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ വന്നു കേട്ടോ. പിന്നെ എനിക്കൊരു മുന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം മൈൻഡ് ശരിയായിരുന്നില്ല. കാരണം ചേട്ടനും പോയി ആകെ രണ്ടാൾക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ അങ്ങനെ പോയിട്ടോ. പിന്നെ എൻ്റെ ബാക്കിലിരിക്കുന്ന ആ ഒരു ചേച്ചി മലയാളി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി നാട്ടിലോട്ടാണ്. അപ്പോൾ ആ ചേച്ചിയായിട്ടും ഭയങ്കര കമ്പനിയായി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതാ നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് വേണം നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടന് ഭയങ്കര വിഷമമായിട്ടാട്ടോ പോയിരിക്കുന്നത്. വെറുതെ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റല്ല കേട്ടോ, നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ റിയാദിലുള്ള സമയത്ത് നമുക്ക് ഡയറക്റ്റ് റിയാദ് ടു കൊച്ചി കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അബഹേ ടു റിയാദിൽ വന്നിട്ട് റിയാദിൽ നിന്നാണ് നമുക്ക് കൊച്ചിയിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മളിത് ആ ബസ്സിൽ കയറി ഇനി നമ്മൾ നേരെ പോകും, നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വരുമ്പോൾ തന്നെ എന്നോട് ചേട്ടൻ പറഞ്ഞു കേട്ടോ, നീ വീഡിയോസൊക്കെ എടുക്കണം, വീഡിയോസൊക്കെ ഡെയിലി ഇടണം, അവിടുത്തെ നാട്ടിൽ പോയാലും അവിടുത്തെ വീഡിയോസൊക്കെ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ശരി ഞാൻ വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഈ വീഡിയോസൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ നാട്ടിലോട്ട് വന്നിട്ട് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടോ, നീ വീഡിയോസ് ഇട്ട് നീ അവിടെ പറ്റി മടി പിടിച്ചിരിക്കേണ്ട, തിരക്കാണെന്ന് പറയേണ്ട, വീഡിയോസ് എങ്ങനെയെങ്കിലും ഇടണം എന്നൊക്കെ പറയട്ടോ, കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസാണ് ഞാൻ അതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം എനിക്ക് നല്ല സന്തോഷവും അതുപോലെ തന്നെ നല്ല സങ്കടമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു ഉറക്കം കഴിയുമ്പോഴേക്കും ഒരു ഫുഡ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് കേക്കും അതുപോലെ തന്നെ ഞാൻ വെള്ളം കേട്ടോ വാങ്ങിയത്. ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അബഹയിൽ നിന്ന് നമുക്ക് റിയാദിലോട്ട് 2 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 മണിക്കൂറാകുമ്പോൾ നമുക്ക് റിയാദിലെത്തും. റിയാദിൽ നിന്ന് പിന്നെ നേരെ നമുക്ക് ഡയറക്റ്റ് കൊച്ചിയിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ റിയാദിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേഗം പോയിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. കാരണം അതെന്താണ്, ഇവിടെ ഒരു 3 മണിക്കൂറൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നേരെ കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒരു ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം എനിക്ക് എത്ര ലേറ്റായിട്ട് വേണമെങ്കിൽ കിടക്കാം കേട്ടോ. പക്ഷേ എനിക്ക് നേരത്തെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ഒന്നിനും തലകറങ്ങുക, വയ്യാണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്കൊന്ന് ഉഷാറായിട്ട് നിൽക്കില്ലേ. പക്ഷേ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനും വയ്യാത്ത പോലെ ആയിരിക്കും. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അന്ന് കേട്ടോ. വേറൊരു കുഴപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ എണീച്ചാൽ ഞാൻ വിചാരിച്ചു എനിക്കിനി വോമിറ്റിംഗ് ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സ്ഥാനത്ത് ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വയ്യാതെയായിരിക്കും കേട്ടോ.
അങ്ങനെ നമ്മൾ നേരെ ഇതാ ഇനി കൊച്ചിയിലോട്ടാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് എല്ലാവരെയും വീട്ടിലെല്ലാവരെയും കാണണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ അതിനനുസരിച്ച് സങ്കടമുണ്ട് കേട്ടോ, കാരണം ചേട്ടൻ കൂടില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇതാ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നു, അവിടത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങും കേട്ടോ. ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഫുഡൊക്കെ വരും. അപ്പോൾ ഈ ഫ്ലൈറ്റിലെ ഫുഡ് എങ്ങനെയാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ കയറി ഉടനെ ഞാൻ പെട്ടെന്ന് ഉറങ്ങി കേട്ടോ, നല്ല ഉറക്കം കൂടെ ഉറങ്ങി. അതിന് ശേഷം ആ ഫുഡ് വന്നു കേട്ടോ, എനിക്കാണ് നല്ല വിശപ്പും തുടങ്ങി. അപ്പോൾ ഇതിൽ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ നമ്മുടെ ബണ്ണ്, അതുപോലെ സലാഡ്, അതുപോലെ കേക്ക്, ഒരു ക്രീം കേക്ക് പോലത്തെ അതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് വേറെ ഫുഡ് കഴിക്കാം. അങ്ങനെ ഞാനിത് ആ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് ആ ബണ്ണൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്കാണ് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന് കേട്ടോ. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഇതാ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ അതുപോലെ ബസ്സിലൊക്കെ ഇങ്ങനെ ഫോൺ നോക്കുക, അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കുക, അതൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം പെട്ടെന്ന് എനിക്ക് തലവേദന വരും, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണതാവും കേട്ടോ, വോമിറ്റിംഗ് ഒക്കെ ടെൻഡൻസി ഒക്കെ വരും. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ എന്നാലും കുറച്ചൊക്കെ ക്ലിപ്പൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കുക കേട്ടോ. ഫേസൊക്കെ ഭയങ്കര ടയേർഡായിട്ടോ. അവിടെ നാട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും വയ്യാണ്ടാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. കാരണം പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കൊച്ചി എത്തി ഗൈസ്. കാരണം ഞങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഒരു ഹാപ്പിയാണ്. കാരണം എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ പുറത്ത്. എന്താ പറയുക, ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്കിവിടെ എത്തുമ്പോൾ എന്താ പറയുക, മനസ്സിലേക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ പുറത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ലഗേജ് എടുത്തിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ വേഗം പോകും കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയങ്കര സ്പീഡാണ് കേട്ടോ. വേഗം ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാവരും പോകുന്നത്. പിന്നെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് അറിഞ്ഞു കേട്ടോ, വേറെ ഒന്നുമല്ല കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ചൂട് പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇറങ്ങിയത് പെട്ടെന്ന്, കാരണം തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴേ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാനിത് എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി പുറത്തോട്ട് പോകാം. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവരെ കാണുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ എന്തായാലും ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നാട്ടിലെത്തേൻ്റെ ഒരു സന്തോഷം, അതുപോലെ തന്നെ എല്ലാവരെയും കാണാനുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബ്ലോഗിന് വേണ്ടിയുള്ള വീഡിയോസ് ഇവിടുന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.